വൃന്ദയെ കണ്ടോ? കൊള്ളാമോ? എന്റെ ഈശ്വരാ, ഇവളെങ്ങനെ ഇവരുടെ പിടിയിൽ പെട്ടു? ഹലോ, നിങ്ങൾ അവളെ ഒന്നും ചെയ്യരുത് പ്ലീസ്. അവളെ റിലീസ് ചെയ്യ. അനു പാവാ, പ്ലീസ് ചേട്ടാ അവളെ വിട്ടേക്ക്, ഒന്നും ചെയ്യരുത്. നിങ്ങളെ ഫ്രണ്ടിനെ ഞാനൊന്നും ചെയ്യുന്നില്ല, അവളെ ഞങ്ങൾ വിട്ടു തന്നേക്കാം. നിങ്ങൾ ഈ സ്ഥലത്തുള്ളതെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. എല്ലാരും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് വരണ്ട, കാരണം അത് ബുദ്ധിമുട്ടാവും. ഒരാള് വന്നാ മതി, പക്ഷെ ആ ഒരാള് ഞാൻ പറയുന്ന ഒരാളായിരിക്കും. ആരാണ് വരേണ്ടെന്ന് താനൊന്ന് പറ. ആരായാലും വന്നിരിക്കും. ഞങ്ങൾ ആരാ വരണ്ടേ? സൂര്യമംഗലത്തെ പെണ്ണില്ലേ, അവള് വരണം. വൃന്ദ. ലൊക്കേഷൻ മാപ്പ് ഞാൻ അങ്ങോട്ട് അയച്ചേ. ആ വൃന്ദ ഇവിടെ എത്തണം, അതും തനിച്ച്. അന്നത്തെ പോലെ എല്ലാരും കൂടി ഒരുമിച്ച് വന്നങ്ങ് എന്നെ പണിഞ്ഞുകളയെന്നു വിചാരിക്കും. നിന്നെയൊക്കെ ഒന്നൊന്നായിട്ട് ഞാൻ പൂട്ടും. തനിക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ താനങ്ങ് ചെയ്യണം. ഇവളെ ഇതേ കോലത്തിൽ നിങ്ങൾക്ക് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ വൃന്ദ ഇവിടെ വരണം. 1 മണിക്കൂർ ഞാൻ നിങ്ങൾക്ക് സമയം തരാം, അതിനുള്ളിൽ വൃന്ദ ഇവിടെ എത്തിയിരിക്കും. എന്റെ ഫ്രണ്ട് വൃന്ദ അധികം താമസിക്കാതെ ഇവിടെ വരും, പിന്നാലെ ബാക്കിയുള്ളവർ വരി അങ്ങ് വന്നോളൂ. നിങ്ങൾ 5 എണ്ണത്തിനെയും കൊണ്ട് ആരവ് എവിടെ ഉണ്ടെന്ന് ഞാൻ പറയിപ്പിക്കും. തോന്നില്ല, ഒന്നും നടന്നൊന്നും മറന്നിട്ടില്ലല്ലോ. ഇതുപോലെ അല്ലടി നീയൊക്കെ കൂടി എന്നെ അവിടെ ഇട്ട് അടിച്ച് ചവിട്ടി കൂട്ടിയത്. ഒരു പെണ്ണിന് ആണുങ്ങൾ കഴിയാതെ പിടിച്ചിട്ട് തല ആണോ? ഈ ഫോട്ടോയിൽ അനു മാത്രമുള്ളല്ലോ, ആരും എവിടെ പോയി? അമ്മ അനന്യെ പിടികൂടിയപ്പോ ആരോട് എന്ത് സംഭവിച്ചു? രുദ്രന്റെ ആളുകളെ കണ്ടപ്പോ രക്ഷപ്പെടാനായിട്ട് 2 പേരും 2 വഴിക്ക് ഓടിയിട്ടുണ്ടാവും. അവർക്ക് അനുവിനായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ സംഭവിക്കോ? ആരവ് അനന്യെ വിട്ടിട്ട് അങ്ങനെ ഓടിപ്പോവോ? അനു അപകടത്തിലായെങ്കിൽ ആരവ് രക്ഷിക്കാൻ വരേണ്ടതാണല്ലോ. അങ്ങനെയെങ്കിൽ ആരവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവനിനി പിടിക്കപ്പെട്ടോ? ആരവ് പിടിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഈ ഫോട്ടോയില് ആരവ് ഉണ്ടാവേണ്ടതല്ലേ? രുദ്രൻ എങ്ങനെയോ അനുവിനെ കിട്ടി. അവളെ വെച്ച് അവന്മാര് നമ്മളോട് ആരവിന് വേണ്ടി വിലപേശാനുള്ള പ്ലാനാ. വൃന്ദ മാത്രം ചെല്ലണമെന്ന് രുദ്രൻ എന്തിനാ ആവശ്യപ്പെട്ടത്? അതിലെന്തോ ചതിയില്ലേ? രുദ്രന്റെ ഈ പ്ലാൻ എന്തായാലും നല്ലതിനല്ല. വൃന്ദ തനിച്ചു ചെന്ന അവന്മാർ ഇവളെ ചതിക്കും എന്ന് കരുതി പോവാതിരിക്കാൻ പറ്റുമോ? വൃന്ദ, നീ പോവാൻ തയ്യാറാവാണോ? ഞാൻ തനിച്ചവിടെ ചെന്നാലല്ലേ രുദ്രൻ അനുവിനെ വിട്ടയക്കൂ. ഞാൻ പോവാം. ഞാൻ പോവാതിരിക്കുന്നത് കൊണ്ട് അനുവിനെ അവന്മാർ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ. നീ ചെന്ന രുദ്രൻ അവളെ റിലീസ് ചെയ്യുന്ന എന്തോ ഉറപ്പ്? അന്നത്തെ പോലെ രുദ്രൻ എന്തെങ്കിലും ചതിപ്രയോഗം അവിടെ ചെയ്തു വെക്കും. നീ തനിച്ചു പോകുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഞാൻ തനിച്ചല്ലല്ലോ, അവിടെ അനുല്ലേ? അനുണ്ട്, പക്ഷെ ആരും അവിടെ ഇല്ല. വൃന്ദേ, നീ തനിച്ചു പോണ്ട. നമുക്ക് അനുവിനെ റിലീസ് ചെയ്യാൻ മറ്റെന്തെങ്കിലും വഴി നോക്കാം. എന്ത് വഴി? നീ ഇത് പറയുമ്പോ തന്നെ അറിയാം അനുവിനെ രക്ഷപ്പെടുത്താൻ നമ്മുടെ മുമ്പില് മറ്റൊരു വഴിയുമില്ലാന്ന്. അനുവിനെ രക്ഷിക്കണമെന്ന് നമ്മൾ ആരോട് ആവശ്യപ്പെടും? പോലീസിനോടോ? റീന മാമിനോടോ? ആരോടും നമുക്ക് സഹായം ചോദിക്കാൻ കഴിയാത്ത സാഹചര്യമല്ലേ ഇത്?
ഇവിടെ നമുക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാനും സഹായിക്കാനും കഴിയൂ. അപ്പോ രുദ്രന്റെ സങ്കേതത്തിലേക്ക് നീ പോവാൻ തന്നെ തീരുമാനിച്ചോ? ഞാൻ പോവാം. ഞാൻ അവിടെ ചെന്നാലല്ലേ രുദ്രന്റെ റിയൽ പ്ലാൻ എന്താണെന്ന് അറിയാൻ കഴിയൂ. അനുവിനെ വിട്ടയക്കാൻ അങ്ങോട്ട് പോയേ പറ്റൂ. വൃന്ദ, നീ കിരണേ, നീ വണ്ടി എടുക്ക്. അവിടെ പോവാൻ എനിക്കില്ലാത്ത ഭയം നിനക്കെന്തിനാ? നീ വണ്ടി എടുക്ക്, പോവാം. കിടന്നങ്ങാണ് നിലവിളിച്ച നിന്റെ വാല് പ്ലാസ്റ്റർ ഒട്ടിക്കും. വിട്ടയക്കുന്ന നല്ലത്. എന്നാ പിന്നെ നീ അങ്ങ് അനുഭവിക്കടി മോളെ. വിട്ടയക്കുന്ന നല്ലത് കേട്ടോ. പ്രശ്നവും ഞാൻ പറഞ്ഞേക്കും. നിങ്ങൾ ഒന്നിനും ഞാൻ വെറുതെ ഇവിടെ പോകുന്നില്ല, നോക്കിക്കോ. എടേ, ഇത് രുദ്രണ്ണന്റെ താവള. ഇവിടെ നിന്നെ എന്ത് ചെയ്താലും ഒരു കിളിക്കുഞ്ഞുങ്ങൾ പോലും അറിയില്ല. കൊച്ചിനെ വെറുതെ പഠിപ്പിക്കല്ലേ, മാറ. അത് കണ്ട, ഇപ്പൊ തന്നെ അത് പേടിച്ചായിട്ട് പകുതി ജീവൻ പോയി. പേടിപ്പിക്കാതെ പോടാ, മാറിപ്പോ. പോടാ, കൊച്ചു പേടിച്ചിരിക്കണല്ലോടാ. പോ. പോയില്ലടാ ദൂരെ, പോയിന്ന് പോ. കൊച്ചു പേടിക്കുന്നു, പോ. വാ വാ പോവാ. മോള് വെറുതെ ടെൻഷൻ ആവണ്ട. ആണേ, രുദ്രനല്ലാതെ മോളെ ഇവിടെ വേറെ ആരും തൊടത്തില്ല. ഉദ്ദേശം നിന്റെ ഫ്രണ്ട്സിന്റെ ഉദ്ദേശം തടി. എന്റെ അനിയനെ കൊന്നവരെ നീയും നിന്റെ കൂട്ടുകാരും കൂടെ എവിടെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കറിയില്ല. എനിക്ക് പോണം.